313 bhp, 630 Nm ടോർക്ക്, 0 നിന്ന് 100 കിലോ അവർ എത്താനായിട്ട് 5.4 സെക്കൻഡ്സ്. വണ്ടി ഏതാണെന്നല്ലേ ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത്. BMW 640D എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് കൂപ്പയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു ക്രിസ് ഓൺ വീൽസ്. നമ്മുടെ കയ്യിലുള്ളത് ഒരു റെയർ കാറാണ്. ആക്ച്വലി അതെങ്ങനെ റെയർ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇത് BMWൻ്റെ 6 സീരീസ് ലൈനപ്പിലുള്ള വണ്ടികളൊക്കെ എപ്പോഴും ഒരു ലക്ഷറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളായിരിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടെ ചേരുമ്പോഴത്തേക്കും ഇതിനെ ഒരു അൺബീറ്റബിൾ പാക്കേജ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ളൊരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. ആക്ച്വലി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ 4 ഡോർ പല സ്ഥലത്തും പലരും റിവ്യൂ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ 2 ഡോർ എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ളൊരു കാറ്റഗറി വരുന്നുള്ളതാണ്. ഇന്ന് നമുക്കത് കാണാനും ഓടിക്കാനും അതിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസൈൻ ആണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഉള്ളത്, ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബോണറ്റ്, ആക്ച്വലി ഈ വണ്ടി നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനിന് നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന രീതിയിലൊരു ബോണറ്റാണ് ആക്ച്വലി ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ ലോങ് ആയിട്ടുള്ളൊരു ബോണറ്റാണ്. അതിന് ചെറിയ ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ച്വലി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലൈൻ നേരെ ഫ്ലോ ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ബമ്പർ ഹൗസിലേക്കാണ്. ആക്ച്വലി ഈ ബമ്പർ ഹൗസിലേക്ക് വരുമ്പോഴത്തേക്കും BMW തന്നെ സിഗ്നേച്ചർ അവരുടെ ഡിസൈൻ സ്റ്റൈലായിട്ടുള്ള അവരവകാശപ്പെടുന്ന കിഡ്നി ബീൻ സ്റ്റൈലിലായിട്ടുള്ള ഒരു റേഡിയേറ്റഡ് ഗ്രില്ല് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ മേളിലൊരു BMWൻ്റെ എംബ്ലവും പിന്നെ അതിൻ്റെ പെർഫോമൻസിൻ്റെ ബാഡ്ജും ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ നേരെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ്, BMW ഇതിന് പറയുന്നത് ഇതിൻ്റെ ഐ ഷേപ്ഡ് എന്നാണ് ഇതിന് BMW ഇതിന് അവകാശപ്പെടുന്നത്. അതിനകത്ത് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഡേ ടൈം റണ്ണിങ് ലാമ്പ്സും ഹെഡ്ലൈറ്റ്സും കാണാനായിട്ട് സാധിക്കും. പോരാതെ അതിനകത്ത് നമുക്കിവിടെ BMWൻ്റെ അഡാപ്റ്റീവ് LED എന്ന് പറഞ്ഞിട്ടൊരു ടെക്കുണ്ട്. ഈ അഡാപ്റ്റീവ് LED എന്ന് പറയുന്ന അതിൻ്റെ ടെക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരുപാട് വളവും തിരിവുകളും ഒക്കെ ഉള്ള ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ ഇരുട്ടുള്ള ഭാഗത്തേക്ക് ഇതിൻ്റെ ലൈറ്റ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഡ്രൈവറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ആ ഒരു ടെക്കാണ് ഈ അഡാപ്റ്റീവ് ടെക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ താഴെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഹെഡ്ലൈറ്റ് വാഷർ കാണാം. അതിൻ്റെ കൂട്ടത്തിൽ സെൻസേഴ്സ് ഉണ്ട്. വളരെ വലിയൊരു എയർ ലാമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്തായിട്ട് നമുക്കിവിടെ ഫോഗ് ലൈറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഗ്രില്ലും നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. ബമ്പർ ഹൗസിങ്ങിൽ മെയിനായിട്ടും ഇത്രയാണ് പറയാനുള്ളത്. അവിടെയും ആ സ്ലീക്നെസ് പോകാതെ വളരെ എവിഡൻ്റ് ആയിട്ട് ആ ഡിസൈനിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഡിസൈൻ ഫ്ലോ നടന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോവാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ അവകാശപ്പെട്ട പോലെ ഇതിൻ്റെ സ്ലീക്ക് ഡിസൈൻ അതിൻ്റെ ഫുൾ ഗ്ലോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. വളരെ ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് സൈഡ് പ്രൊഫൈലിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ടയറിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും 19 ഇഞ്ചിൻ്റെ BMWയുടെ അലോയ് വീൽസ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഹൈ പെർഫോമൻസ് ടയറാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി അറിയാമല്ലോ, ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ടയർ തന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണലി വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രേക്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് നമുക്കിതിനകത്തുള്ള ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഇൻറ്റേർണലി കൂടെ വെൻറ്റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഹൈ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ബ്രേക്ക് പാഡ്സ് കാലിപ്പറിനകത്ത് ഇങ്ങനെ ഉരഞ്ഞ് അതിനകത്ത് ആക്ച്വലി ഭയങ്കരമായിട്ടും വലിയ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വെൻറ്റിലേറ്റ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഇൻറ്റേർണലി വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രേക്സ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്സ് ആണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ബ്രേക്സ് ആണ്. ഇത്ര പിന്നെ അതിൻ്റെ മേളിൽ നിന്ന് സൈഡിലോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ക്രോം എലമെൻറ്റിനകത്ത് ചെറിയ വളരെ സ്ലീക്കായിട്ട്, സാധാരണ ഇതിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് വരാറാണ് പതിവ്. പക്ഷേ ഇതിൻ്റെ വണ്ടി കുറച്ച് ലോ സീറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ടും ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിനോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതും നല്ലതായിട്ട് ഇതിന് കൂട്ടത്തിൽ മാറ്റി കൂട്ടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ മേളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സ് കാണാം. ഈ മിറേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഇതിൻ്റെ മിറേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡിങ് ആയിട്ടുള്ള മിറേഴ്സാണ്. ഇതിനകത്ത്
ഓട്ടോമാറ്റിക് ആൻറ്റി ഡാസിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു മിററാണ്. വിച്ച് മീൻസ് ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഹൈ ബീം ഇട്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ബാക്കിൽ നിന്ന് നമ്മുടെ വിഷൻ ബ്ലർ ചെയ്യാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ ഒരുക്കി തരുന്ന രീതിയിലൊരു മിററാണ്. പിന്നെ ആ ഡിസൈൻ എലമെൻറ്റ്സ് പിന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴത്തേക്കും ഡോർ ഹാൻഡിൽസ് ചെറിയൊരു ക്രോമിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അത് ആ ഫ്ലോ ലൈൻ തന്നെ ഇങ്ങോട്ട് നീങ്ങി വരിക, അത് തന്നെയാണ് വന്ന് ബാക്ക് ബമ്പറിലോട്ട് ഒഴുകി ചേരുന്ന രീതിയിലുള്ള വളരെ ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു ഡിക്കി പോലെയാണ് തോന്നുന്നത്, പക്ഷേ തുറന്ന് കയറുമ്പോഴത്തേക്കും വളരെ വിശാലമായ ഷോറൂം പോലെയാണ് കിടക്കുന്നത്. ആക്ച്വലി 450 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ആക്ച്വലി നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഒബ്വിയസ്ലി അറിയാമല്ലോ, ഇതൊരു ലക്ഷറി ലൈനപ്പ് കാറാണ്. ഒരു ഹാൻഡ്ലിങ്ങിൻ്റെയും കംഫർട്ടിൻ്റെയും ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സിൻ്റെയും ഒരു തീരാ ലിസ്റ്റ് തന്നെ ഉണ്ട് നമുക്ക് തീർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. നമുക്ക് ഡോറ് തുറന്ന് ബോക്സ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ കണ്ണ് ആകർഷിക്കപ്പെടുന്നത് തന്നെ ഈ സീറ്റിലാണ്. സീറ്റിലെ ഈ ലെതറാണ്. ഈ ലെതറിൻ്റെ കളറിലേക്കാണ് ആക്ച്വലി നമ്മുടെ കണ്ണ് ആകർഷിക്കുന്നത്. ഈ ലെതറിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഡെക്കോട്ടർ ലെതർ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഡെക്കോട്ടർ ലെതറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള പ്രീമിയം അല്ല, എന്നാൽ തീരെ ലോ ക്വാളിറ്റി അല്ല, എന്നാൽ ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ലെതറാണ്. കാര്യം ലെതറിൻ്റെ റേറ്റൊക്കെ അറിയാമല്ലോ, ഹാൻഡ് സ്റ്റിച്ച് ഇതൊക്കെ ആണ് മിക്ക ലക്ഷറി കാറുകളിലും വരുന്നത്. അപ്പം ഇത് ഒരു മിഡ് സൈസ് ലെതറാണ്. ഇപ്പം ബാക്ക് ഇൻ ദ ഡേയ്സ് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ദിസ് വാസ് എ സ്റ്റീൽ ഡീൽ. പക്ഷേ ഇപ്പം ഒട്ടുമിക്ക എല്ലാ BMWസിലും ഈ ഡെക്കോട്ടർ ലെതറാണ് കൂടുതലും കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ലെതറാണ്. അത് മാത്രമല്ല ഇരിക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ ബോഡി ഈ ഇതുമായിട്ട് ചേരുന്ന രീതിയിലുള്ള, നമുക്ക് ഇറിറ്റേഷനും തോന്നാത്ത രീതിയിലുള്ളൊരു ലെതറാണ് ആക്ച്വലി. ആ ഒരു ഡെക്കോട്ടർ ലെതറിൻ്റെ ഒരു ഏരിയ ബ്രൗൺ കളർ നമ്മുടെ ഈ ഡോറിൻ്റെ പാഡ്സിലായിട്ട് ഇതിനെ കൊടുത്തിട്ടുണ്ട്. മേലിൽ ബ്ലാക്ക് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിവർ എന്ന് പറയുമ്പോഴത്തേക്കും ക്രോം ട്രീറ്റ്മെൻറ്റില്ല, ഫുൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. താഴെ ഒരു വുഡിൻ്റെ ഫിനിഷ്, പിയാനോ ഫിനിഷ് പോലെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം. അത്ര ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ഹോൾഡർ അല്ല, ബട്ട് ഹേയ് ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാറാണ്. അവിടെ ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കാലിറ്റിക്ക് എവിടെയാണ് സ്പേസ് ആക്ച്വലി ഗൈസ്. അപ്പം അത് അവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവേഴ്സ് സൈഡിൻ്റെ സീറ്റിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ പവർ വിൻഡോയുടെ ടോഗിൾസ് ഉണ്ട്, പിന്നെ മിററിൻ്റെ ടോഗിൾസ് ഉണ്ട്, പിന്നെ പവർ വിൻഡോയുടെ ടോഗിൾസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇതൊരു 3 സ്പോക്സ് സ്റ്റിയറിംഗ് വീലാണ് ഫോക്സിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്തും ഫംഗ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോളിലെ ഫംഗ്ഷൻസും കാര്യങ്ങളുണ്ട്. ഇതൊരു 3 സ്പോക്സ് സ്റ്റിയറിംഗ് വീലാണെന്ന് പറഞ്ഞിരുന്നു. ഇതിന് പേര് പറയുന്ന ഒരു സെർവോട്ടോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ആക്ച്വലി ഇതിന് വരുന്നത്. ഇലക്ട്രോ മെക്കാനിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് ഇത് കയറി ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതും എപ്പോഴും ആക്ടിവേറ്റ് ആവില്ല, ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. അതും നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് തരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് വീലാണിത്. അതുകൊണ്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു 4 ഡയൽ രീതിയിലാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത്. ഒന്നിൽ സ്പീഡും പിന്നെ മറ്റേതിൽ ടാക്കോമീറ്ററും പിന്നെ ഫ്യൂലും എഞ്ചിൻ ടെമ്പറേച്ചറും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി. പിന്നെ ഇതിൻ്റെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 8 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ആക്ച്വലി ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. പിന്നെ AC വെൻസ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ CD ചേഞ്ചറിൻ്റെ 2D CD ചേഞ്ചറിൻ്റെ ഒരു ഇത് കാണാം. പിന്നെ തൊട്ട് താഴെ നോസിൽ ഓട്ടോയുടെയും പിന്നെ AC അതുപോലെ തന്നെ ഇതാണ് ഗിയർ ലിവർ ആക്ച്വലി ഓട്ടോമാറ്റിക്. ഇത് ഒരു 8 സ്പീഡ് സ്റ്റെപ്ട്രോണിക് ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് പിന്നെ അതിൻ്റെ മോഡ്സ് സെറ്റ് ചെയ്യുന്ന ബട്ടൺസ് കാണാം. ആക്ച്വലി നമുക്കിത് സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ തന്നെ ടോഗിൾസ് മാറുന്നതായിട്ട് കാണാം. സ്പോർട്സ് പ്ലസ് എക്കോ, കംഫർട്ട് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഇവിടെ സ്പെക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി ഇതിൻ്റെ സസ്പെൻഷനും ബ്രേക്കിങ്ങും എഞ്ചിൻ്റെ പെർഫോമൻസും ടയർ മറ്റേ നമ്മുടെ സീറ്റിൻ്റെ ഹഗ്ഗിങ്ങും ഒക്കെ ഇതിനനുസരിച്ച് ചേഞ്ച് ആവും. പിന്നെ നേരെ താഴെ വരുമ്പോഴത്തേക്കും ഇലക്ട്രോണിക് പവർ ബ്രേക്ക് കാണും. പിന്നെ ഓട്ടോ ഹോൾഡിൻ്റെ ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു ആഷ് ട്രേ പ്ലസ് സിഗരറ്റ് ലൈറ്ററിൻ്റെ ഒരു സെറ്റിംഗ് കാണാം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ടോഗിൾസ് ആണ്, നമ്മുടെ മൾട്ടിമീഡിയയുടെ ടോഗിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് സ്റ്റോറേജ് സ്പേസസ് ആണ് ഇതിനകത്ത് ആക്ച്വലി കൊടുത്തിട്ടുള്ളത്.
ഫോക്സ് ഇതിൻ്റെ സീറ്റിലെ കംഫർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പോസ്റ്ററാണ്. നമുക്ക് ലംബാർ സപ്പോർട്ടുണ്ട്, പോരാത്തതിന് നമ്മുടെ ഇവിടുത്തെ അണ്ടർ തൈ സപ്പോർട്ടും ഒക്കെ നല്ല പക്കയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ് ഇതിനകത്തിരുന്നത് ആക്ച്വലി. അത് പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് സൺറൂഫാണ് ഇതിനകത്ത് വരുന്നത് ആക്ച്വലി. പിന്നെ ഇതിൻ്റെ ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു സെറ്റിംഗ് കണ്ടോ? ആക്ച്വലി നമ്മൾ കാറിൻ്റെ ബോഡിയിലേക്കല്ല സ്ട്രാപ്പ് ചെയ്യപ്പെടുന്നത് സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴത്തേക്ക്, ആക്ച്വലി സീറ്റിലേക്ക് തന്നെയാണ് സ്ട്രാപ്പ് ചെയ്യപ്പെടുന്നത്. അത് നല്ലൊരു തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് ആക്ച്വലി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റിയാണ്, കാണാനൊരു ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഈ ഫങ്ഷനാലിറ്റിക്കും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഫോക്സ് ഇതിൻ്റെ ഫീച്ചറിൻ്റെ ലിസ്റ്റിലേക്ക് കയറുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇതിൻ്റെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ കാണാം. ആക്ച്വലി ഇതിൻ്റെ ഇവിടെ വിൻസ്ക്രീനിൽ നമുക്ക് അതിൻ്റെ km/h സ്പീഡും നാവിഗേഷനും ഒക്കെ കാണും. അപ്പം നമുക്ക് ഇതിന് പറയുന്ന ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്നാണ് ആ ഫീച്ചർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. രാത്രി വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ തന്നെ 300 മീറ്റർ ഹെഡിൽ എവിടെയെങ്കിലും ഒരു പെഡസ്ട്രിയൻ വാക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിറ്റക്ട് ചെയ്ത് കാണിച്ചു തരുന്ന രീതിയിലാണ്. അപ്പം നമുക്കത് ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ദൂരെ ഒരാൾ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ നമുക്ക് ഇച്ചിരി കാണാനായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് ഇതിനകത്ത് കാണിച്ചു തരും. അപ്പം നമുക്കതൊരു വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഫോക്സ് ഇതിൻ്റെ ഡോറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഫ്രെയിംലെസ് ഡോറാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പം യൂഷ്വലി ഫ്രെയിംലെസ് ഡോറുകൾക്ക് പൊതുവേ കാണുന്നൊരു ഫീച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു കഴിയുമ്പോൾ കയറി പ്ലേസ് ആയതുണ്ടോ ഗൈസ്, കാരണം ഇത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രോം ട്രീറ്റ്മെൻ്റ് ആണ്. അത് കസ്റ്റമറിൻ്റെ ഒരു ലൈക്കിംഗ് അനുസരിച്ച് ഇത് ഡീക്രോം ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ പേഴ്സണൽ എസ്തെറ്റിക്സിനനുസരിച്ച് എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരുപാട് ക്രോം ഇഷ്ടമല്ല. ഇത് ആ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഗൈസ് ബാക്കി നമ്മൾ വിശേഷങ്ങൾ ഇപ്പം നമ്മളിതൊരു സ്പിന്നിന് വേണ്ടി റോഡിലേക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പം യൂഷ്വലി BMW വണ്ടികൾ ഭയങ്കര ഡ്രൈവേഴ്സ് സെൻട്രിക് ആയിട്ടുള്ള വണ്ടികളാണ്. ഡ്രൈവേഴ്സിന് വണ്ടി ഓടിക്കുന്ന ഒരു ഹരം, പ്രത്യേകിച്ച് ഈ വണ്ടി ഓടിക്കുന്ന ഹരം എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി. ഒരു ലക്ഷറി 6 സീരീസ് വരുന്ന വണ്ടികളൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷറി ലൈനപ്പിൽ വരുന്ന വണ്ടികളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എൻജിൻ മെയ്റ്റഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ എൻജിൻ എന്ന് പറയുമ്പോഴത്തേക്കും 3 ലിറ്റർ എൻജിനാണ്. 2993 cc ഉള്ള എൻജിനാണ്. അപ്പം ഇതിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഇതിൻ്റെ എൻജിൻ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ട്വിൻ ടേബോ ആണ്, ഒന്നല്ല രണ്ടെണ്ണമാണ്. അപ്പം ഇത് ആക്ച്വലി ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ട പോലെ 640D ആണ്, ഡീസൽ എഞ്ചിനാണ്. അപ്പം ഇത്രയും പെർഫോമൻസ് പവർ പാക്ഡ് ആയിട്ടുള്ള എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്ന മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ 14 to 17 km/l ആണ്. സോ ഇതൊരു അൺബീറ്റബിൾ പാക്കേജ് ആണ് ഗൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഈ വണ്ടിയെ ഭയങ്കരമായിട്ടും യുണീക്കായിട്ട് ഈ വണ്ടി ബാക്കിയുള്ള BMWs നിന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് വേറൊരു കാരണം. പിന്നെ ഇതിൻ്റെ 2 ഡോർ എന്ന് പറഞ്ഞൊരു കേപ്പബിലിറ്റിയാണ്. പിന്നെ നമുക്കിതിൻ്റെ സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോഡഡ് വിത്ത് സേഫ്റ്റി പാക്കേജാണ്. ഇതിന് ആക്റ്റീവ് ഹെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട് ആക്ച്വലി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വണ്ടി ബാക്കിൽ നിന്ന് വന്നൊരു ഹിറ്റ് കിട്ടിയാലോ, ഇപ്പം ബാക്കിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്നൊരു വിപ്ലാഷ് ഇങ്ങനെ ബാക്കിലോട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഈ ഹെഡ് റെസ്റ്റ് ഇങ്ങനെ അനങ്ങി നമ്മുടെ തല തടഞ്ഞു നിർത്തുന്ന ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് പോയി ഇടിക്കുന്ന സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് സ്ട്രാപ്പ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെഡ് റെസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി നമ്മുടെ തലയ്ക്ക് വലിയൊരു രീതിയിലുള്ള കുഴപ്പങ്ങൾ പറ്റാത്ത രീതിയിൽ ഇവിടെ നെക്കിന് സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഹൈ ബീം അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ആക്ച്വലി നമ്മളിപ്പം ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ആയിട്ടൊരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ് ലൈറ്റ് ഡിം ആക്കി കൊടുക്കും. അതാണ് ഓട്ടോ ഹൈ ബീം അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. പിന്നെ ഐസോഫിക്സ് മൗണ്ട്സ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതും വളരെ നല്ലൊരു ആഡഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഫ്രണ്ടിൽ ക്രംബിൾ സോൺ ഉണ്ട്. നമ്മളിവിടുത്തെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു ഗിമിക് അല്ല ഇത് കണക്കത്തെ വണ്ടികളുടെ ക്രംബിൾ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ഈസ് റിയലി പ്രോമിനൻ്റ് ആയിട്ട് അത് ഒരു സേഫ്റ്റി ഫീച്ചറിനെ ആഡപ്പ് ചെയ്യുന്ന ഒരു ടെക്ക് തന്നെയാണ് ആക്ച്വലി ക്രംബിൾ സോൺ എന്ന് പറയുന്നത്. പിന്നെ
സൈഡിലും ആയിട്ട് ക്രോസ് ബാർസ് ഉണ്ട് ആക്ച്വലി, കൊളിഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതായത് അകത്തോട്ടുള്ള ഇമ്പാക്റ്റ് വളരെ കുറച്ച് കയറി വരുള്ളൂ ക്രോസ് ബാർസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട്. പിന്നെ ഒരു ഫീച്ചറാണ് എഞ്ചിൻ ഇമ്മൊബിലൈസർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഗൈസ്. അതായത് ഒരു വണ്ടി ഇപ്പം നല്ലതായിട്ട് ക്രാഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ റെവ് ചെയ്ത് നിൽക്കുകയൊന്നുമില്ല, എഞ്ചിൻ അപ്പോൾ തന്നെ കട്ട് ഓഫ് ആവും. പിന്നെ വരുന്നൊരു മേജർ ഫീച്ചർ എന്നത് പെരിമെറ്റിക് അലാം സിസ്റ്റം. അത് നമ്മുടെ സാധാരണ വണ്ടികളിലുള്ള പോലെ അതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡോർ തുറന്നിരിക്കുകയാണ്, അജാർ വാർണിംഗ്, അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള, അതായത് ഇപ്പം വണ്ടി ഇവിടെ നമ്മളിപ്പോൾ പാർക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാൻ മറന്നു പോവുകയാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. പോരാത്തതിന് ഇപ്പം നമ്മൾ വണ്ടിയിൽ അറ്റൻറ്റീവായിട്ടല്ല ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ്, അങ്ങനെ ഒരു ഒട്ടുമിക്ക പാക്കേജ് നമ്മൾ ഡ്രൈവറിനെ അലേർട്ടായിട്ടിരിക്കുന്ന, നമ്മൾ ഫിസിക്കലി ഹ്യൂമൻ മെയ്ഡായിട്ട് വരുത്താൻ സാധ്യതയുള്ള ഏത് ടൈപ്പ് ഓഫ് എറേഴ്സ് ആണെന്നുണ്ടെങ്കിലും തന്നെ അത് റെക്ടിഫൈ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഇതിൻ്റെ പെരിമെട്രിക് അലാം സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫീച്ചർ. എല്ലാം കൂടെ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ആക്ച്വലി ഗൈസ്. ഇത് മൊത്തത്തിൽ നമുക്ക് ഇതിനകത്ത് മിസ് ഔട്ടായി പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി നോ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് 2013 ഇറങ്ങിയൊരു മോഡലായിട്ട് കൂടി ഇതിനകത്ത് മിസ് ഔട്ടായി പോകുന്ന ഫീച്ചേഴ്സ് വളരെ കുറവാണ് ആക്ച്വലി. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ഗൈസ്, ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ്. ഹൈഡ്രോളിക്സ് ആണ് ഇതിൻ്റെ ബോണറ്റിൻ്റെ ലിഡ്. ഇതാണ് ഇതാണ്ട് കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ BMW 3 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിൻ, ട്വിൻ ടർബോ ആണ്. നല്ല രീതിയിൽ പവർ ചേൺ ഔട്ട് ചെയ്ത് തരുന്നൊരു എഞ്ചിനാണ് ആക്ച്വലി. ഡീസൽ എഞ്ചിൻ, പറഞ്ഞ പോലെ പവർ പ്ലസ് ലക്ഷറി പ്ലസ് നമ്മുടെ പോക്കറ്റ് ഫ്യൂൽ അടിച്ച് കീറില്ല. ആക്ച്വലി ഇങ്ങനൊരു വണ്ടിയിൽ നമ്മൾ ഫ്യൂൽ എക്കോണമി പറയുന്നത് വളരെ മോശമാണ്, ബട്ട് അതൊരു ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ ആയതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പം നമുക്ക് ഡീസലും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കിതിങ്ങനെ കൊണ്ട് നടക്കാം, വലിയ പ്രശ്നമില്ല. ഇതിൻ്റെ ഫുൾ പാക്കേജ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ബ്യൂട്ടിഫുൾ പാക്കേജാണ് ഗൈസ്. അപ്പം ഇത്രയാണ് ബേസിക്കലി നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ള വിശേഷങ്ങൾ. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.